ഗ്ലോറി ടു ജീസസ്. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റാപ്ചർ ബ്രോഡ്കാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് സകലരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ മാസത്തിലെ പ്രൊഫറ്റിക് സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയത് ചെയ്തെന്നുള്ള ആ ഫോൺ കോളുകൾ ഞങ്ങൾ കർത്താവിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത്, നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ ചെയ്തത്. ആ ദൈവം ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഈ ജൂലൈ മാസത്തിലെ പ്രൊഫറ്റിക് സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അധികാരം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സർവ്വവ്യാപിയാണ്, സർവശക്തിയാണ്, സർവജ്ഞാനിയാണ്. അവൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ ശാപത്തിന്മേൽ, രോഗത്തിന്മേൽ, പൈശാചിക ബന്ധനത്തിന്മേൽ, ആകാശ ശക്തികളുടെ മേൽ ഒക്കെ അധികാരമുള്ളവനാണ് നമ്മുടെ യേശു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കനാന്യ സ്ത്രീയുടെ മകളുടെ ഭൂതോപദ്രവം സൗഖ്യമാക്കുവാൻ അവനൊരു വാക്ക് കൽപ്പിച്ച മാത്രയിൽ വീട്ടിലിരുന്ന കനാന്യ സ്ത്രീയുടെ മകളുടെ മേൽ സൗഖ്യം നടന്നതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, വീടുകളിലേക്ക്, ദൂരസ്ഥലങ്ങളിലേക്ക് ചില ദൈവിക വിടുതലുകൾ, ചില കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ചെയ്യിക്കാൻ പോകുക. എൻ്റെ മകന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം, എൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണം. ഒത്തിരി വാഗ്ദത്തം ഞങ്ങൾ കേട്ടു. വിവാഹത്തോടുള്ള ബന്ധത്തിൽ, ഭാവിയോടുള്ള ബന്ധത്തിൽ ഒരു വിടുതലും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാ വ്യക്തമായി പറയുന്നു, ഈ ജൂലൈ മാസത്തിന്റെ അകത്ത് തന്നെ ഒരു വലിയ വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യിക്കാൻ പോകുക. അത്ഭുതത്തിന്റെ ഉറവിടം നിങ്ങളുടെ അകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യിപ്പിക്കാൻ പോകുക. സ്തുതികളുടെ മധ്യ അധിവസിക്കുന്ന ദൈവം, നീ പറയുന്ന സ്തോത്രത്തിന്റെ അകത്ത്, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങൾ പറയുന്ന സ്തോത്രത്തിന്റെ അകത്ത് ചലിക്കാൻ പോവുകയാണ്. നിങ്ങൾ പറയുന്ന സ്തോത്രം സ്തുതികളുടെ മധ്യ അധിവസിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരയേറ്റുന്ന സ്തോത്രത്തിന്റെ അകത്ത് നിങ്ങൾക്കൊരു വിടുതൽ ഒളിപ്പിച്ച് ദൈവം വെച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ കണക്ക് പറഞ്ഞാലും, വർഷങ്ങൾ പഴക്കമുള്ള പിശാച കാതുകളിൽ മന്ത്രിക്കുന്ന രോഗശക്തിയാണെങ്കിലോ അല്ല ശാപശക്തിയാണെങ്കിലോ വിടുതലിനെ തടയുന്ന പ്രശ്നമാണെങ്കിലോ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ്, ഇന്ന് രാത്രികാലമാകട്ടെ പകൽക്കാലമാകട്ടെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ തന്നെ ദൈവത്തിന്റെ വിടുതൽ നടക്കാൻ പോകുക. പിശാചിന് നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെ താമസിപ്പിച്ചെന്ന് വരിക, രോഗങ്ങളിട്ട് ക്ഷീണിപ്പിച്ചെന്ന് വരാം. എന്നാൽ ദൈവത്തിന് അതിനെ മാറ്റുവാൻ ഒരു സെക്കൻഡ് മതി. എത്ര വർഷങ്ങളുടെ പഴക്കമുള്ള രോഗമായിക്കോട്ടെ, എത്ര വർഷങ്ങളുടെ പഴക്കമുള്ള ശാപമായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് മാറിയിരിക്കോ. ഏത് ബന്ധനത്തെയും, ഏത് ശാപത്തെയും, ഏത് രോഗത്തെയും മാറ്റുവാൻ അധികാരമുള്ളവൻ ഈ ശബ്ദത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു. ചില രോഗശക്തികൾ ഇതിന് നടുവിൽ നിന്ന് മാറാൻ പോകുക, ചില ബന്ധനങ്ങൾ ചിലരിൽ നിന്ന് മാറാൻ പോകുക, ചില ശാപങ്ങൾ എന്നേക്കുമായി ചില കുടുംബങ്ങളെ തലമുറകളുമായിട്ട് എന്റെ ദൈവം മാറ്റാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ അടിപ്പണയാനുള്ള സൗഖ്യം ചില കുടുംബങ്ങളിൽ വന്നെന്ന് പറയുന്ന രീതിയിലുള്ള ചില വിടുതലുകൾ നടക്കാൻ പോകുക. ഞങ്ങളല്ല സൗഖ്യമാക്കുന്നത്, ഞങ്ങളുടെ യേശു ഈ ശബ്ദത്തിനകത്തൂടെ നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. വിടുതൽ തന്ന യേശുവിനെ കുറിച്ച് അനേകരോട് പറയുവാൻ ഞങ്ങൾ ഇതാ തയ്യാറാണെന്നുള്ള ഒരു സമർപ്പണവും ഒരു ഉടമ്പടിയും മാത്രം മതി. വലിയ മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. എന്താണ് പാമ്പ്? പുറയുന്ന് കൊത്തും പാമ്പ്. എന്താണ് തേള്? പുറയുന്ന് കടിക്കും കേള്. പുറയുന്ന് കുത്തുന്ന തേളും മുമ്പിൽ നിന്ന് കടിക്കുന്ന പാമ്പിനെയും ഒരുപോലെ ചവിട്ടുവാൻ ദൈവമക്കളെ നിങ്ങൾക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രതിനിധിയായി നിങ്ങളെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ വിഷയത്തിൽ പോലും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, എൻ്റെ വിഷയത്തിൽ പോലും ഒരു വിടുതൽ കിട്ടാതെ ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ വിഷയത്തിന്മേൽ ഒരു വിടുതൽ പറയും? സാറ പറയുന്നത് പോലെ എബ്രായ ലേഖനം 11:11 കാര്യം പറയുന്നുണ്ട്, ഞാൻ കേട്ട ദൂതിന് ഇതുവരെ താമസം വന്നിട്ടുണ്ട്, ഞാൻ കേട്ട ദൂതുകൾക്ക് താമസം വന്നിട്ടുണ്ട്, ഇതുവരെ ഞാൻ കേട്ട പ്രവചനം ചലിച്ചിട്ടില്ല. പക്ഷെ സാറ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഇതുവരെ നിങ്ങൾ കേട്ട ദൂത് ചലിച്ചെന്നില്ലെന്ന് വരാം, ഇതുവരെ നിങ്ങൾ കേട്ട പ്രവചന സന്ദേശങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നില്ലെന്ന് വരാം. എന്നാൽ നമ്മുടെ ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല, നമ്മുടെ ദൈവത്തിന്റെ ശക്തി അല്പം പോലും മാറിയിട്ടില്ല. നിന്റെ വായിലൂടെ അത് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുക. പ്രതിസന്ധിയുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഇതുവരെ ദൂത് ചലിക്കാതെ കിടക്കുന്ന നിന്റെ വായിൽ നിന്ന് നീ ഒന്ന് വിളിച്ചു പറ, എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്ന്. ഈ മാസത്തിൽ തന്നെ സർവശക്തിയുള്ള ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നീ കാണുകയല്ല, നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ പറയൂ നിന്റെ കൂടെ ദൈവമുണ്ടെന്നും. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല വാഗ്ദത്ത വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം.
കർത്താവേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്ന യേശുവിന്റെ നാമത്തിൽ അവയൊന്നും ദോഷം വരുത്തുകയില്ലെന്ന വാഗ്ദത്ത വചനത്തിലൂടെ അറിയിച്ച പൊന്നു കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ അവരുടെ മേൽ ഒരു വലിയ മാറ്റം നീ കൊടുത്ത്, മാറ്റത്തിന്റെ മാറ്റൊലിയായ ദൈവശബ്ദത്തിന്റെ പ്രതീകമായി, ദൈവശബ്ദത്തിൻ്റെതായ രാജകീയ പുരോഹിതമായി ദൈവം വിളിച്ച വെളിക്കത്തോടെ ഓടുവാൻ എന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാനാവിൽ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഈ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, ചില പട്ടണങ്ങളിൽ വിവാഹപ്രായം എത്തിയിട്ടും അതിന്റെ നിലവാരത്തിൽ വിവാഹം നടക്കാതെ വണ്ണം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് വചന സന്ദേശം കേൾക്കുന്നുണ്ട്, ഇന്ന് പ്രവചന സന്ദേശം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മ വ്യക്തമായി പറയുന്നു, വരുന്ന ഒക്ടോബർ മാസത്തിനുള്ളിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് കാനാവിൽ കല്യാണത്തെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം നടത്തിയ ദൈവം നിന്റെ കുടുംബത്തിനകത്ത് മിറാക്കിൾ ചെയ്യാൻ പോകുക. UK നിന്ന് ചിലർ എന്നെ കേൾക്കുന്നുണ്ട്, നിന്റെ കുടുംബത്തിനകത്ത് ചില അത്ഭുതം ദൈവം ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ചില മിറാക്കിളുകൾ നിന്റെ കുടുംബത്തിനകത്ത് നടക്കാൻ പോകുക, നിന്റെ മകളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുക, നിന്റെ മകളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുക. പ്രായം കഴിഞ്ഞു പോയെന്ന് നിന്റെ കാതുകളിൽ ശത്രു മന്ത്രിക്ക് പോലും പരിശുദ്ധന്മാർ പറയുക, ഇല്ല, കാലം കഴിഞ്ഞു പോയിട്ടില്ല, പ്രായം കഴിഞ്ഞു പോയിട്ടില്ല. ഇതാ സമയമായി. ദൈവത്തിന്റെ ആത്മാവിന് നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചലിക്കുവാൻ സമയമായി. കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളെ നീ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ബാക്ക് പെയിനുമായി ബന്ധപ്പെട്ട് തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അന്യദേശത്തിരുന്ന് ഭാരപ്പെടുന്ന തോമസേ, നിന്റെ ബാക്ക് പെയിന് ഇന്ന് സമയത്ത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ എന്റെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിപ്പെടാനുള്ള സൗഖ്യം നിന്റെ ബോഡിയിൽ വരിക. നിന്നെ സൗഖ്യമാക്കുന്ന യേശുവിനെ നീ അനേകരോട് പറയണം. കർത്താവേ, കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കർത്താവിന്റെ വരവിനായി പരിശുദ്ധമാവയെ ഒരുക്കണമേ. അനേകരെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വീണ്ടും കാണും വരെയും ചിറകന്റെ മറവിൽ മറക്കണമേ. എല്ലാ മഹത്വവും കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.